ഇവിടെ സ്വാഗതം പറഞ്ഞ വേലായുധേട്ടൻ, PTA വൈസ് പ്രസിഡന്റ്, അതുപോലെ മുൻ PTA പ്രസിഡന്റ്, പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ, നന്ദി പറയുന്ന NM രാധാമണി, അതുപോലെ ഇന്ന് യാത്രയെപ്പറ്റി ഏറ്റുവാങ്ങുന്ന ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക ശ്രീമതി K. ഇന്ദിര ടീച്ചർ, ഇവിടെ സദസ്സിൽ മത്സരത്തിന് വന്നുയർന്നിരിക്കുന്ന മികച്ച പാട്ടുകാരികളും പാട്ടുകാരന്മാരുമായിരിക്കുന്ന കലാകാരന്മാരെ, അതുപോലെ ഇവിടുത്തെ PTA അംഗങ്ങളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ വളരെ കുറച്ചേ ഉള്ളൂ, നാട്ടുകാര്, അനന്തമഹാസംഭവം എന്ന ഒരു മനോഹരമായ സിനിമയുടെ ക്ലൈമാക്സിനെ നിയന്ത്രിച്ച ഒരു നടിയുണ്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അവർക്ക് എന്നെ അറിയില്ലെങ്കിൽ എനിക്ക് അവരെ അറിയാം. അധീന അടക്കമുള്ള അവരുടെ പിതാവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. സുഹൃത്തുക്കളായ രവിയേട്ടൻ, അജയ് മാഷ്, മറ്റ് സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. മക്രൈരി എന്ന വാക്കിന്റെ കൂട്ടത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ദക്ഷിണാമൂർത്തിയുടെ മുഖമാണ്. മക്രൈരി എന്ന വാക്ക് ഞങ്ങളൊക്കെ മനസ്സിലുണ്ടാക്കി ഒരു രാഗാത്മകമായിട്ട് അവതരിപ്പിച്ചത് ദക്ഷിണാമൂർത്തി. അതിനുമ്പ് മക്രൈരി അമ്പലം കേൾക്കുക എന്നല്ലാതെ ആ അമ്പലത്തിൽ ഞാൻ വരാൻ കാരണമായത് അദ്ദേഹത്തിന്റെ കച്ചേരി കേൾക്കാൻ ഞാൻ വരാറ്. ശബ്ദത്തിന്റെ മഹത്വം എന്തെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയത് അദ്ദേഹമാണ്. പ്രണയ സരസിന്റെ വലിപ്പം അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തി. പ്രണയ സരസ് ചെറുതൊന്നുമല്ല. പ്രണയ സര ഹൃദയ സരസിലേ അങ്ങെത്തും. പക്ഷെ അങ്ങ് പോയാലും തിരിച്ചും കൊണ്ട് പ്രണയ പുഷ്പമേ ഇങ്ങോട്ടെത്തിക്കും അല്ലെ. അങ്ങ് പോയാൽ തിരിച്ചെടുക്കും. എന്നിട്ട് വാക്കിന്റെ അർത്ഥത്തിനനുസരിച്ച് നാദമുണ്ടാക്കും. പാതി പൂട്ടിയ കണ്ണ് അതെപ്പോഴാണ്? പാതി പൂട്ടിയ കണ്ണൊരു ധ്യാനമായ അവസ്ഥയാണ്. ആ കണ്ണ് അവതരിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ശബ്ദം കേട്ടിട്ടുണ്ടോ? അർദ്ധനിമീലിത മിഴികളിലൂറും അർദ്ധനിമീലിതമായിരിക്കുന്നതാണ് പാട്ട്. മനസ്സിലായി? ഇന്നാണെങ്കിൽ ഇല്ലുമിനാട്ടി എന്നുള്ള പാട്ട് അർദ്ധനിമീലിതം. ഒരു നിമീലിതം ഉണ്ടാവില്ല. ഇത് അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഈ പാട്ട് ഇവിടെ ഗാന മത്സരം നടന്നല്ലോ. ഈ പാട്ട് നമ്മുടെ കുട്ടികളിൽ ബുദ്ധി വളർത്താനാണോ വയറ് നിറക്കാനാണോ? അല്ലല്ലോ. ബുദ്ധി വളർത്താനുമല്ല, വയറ് നിറക്കാനുമല്ല. നമ്മുടെ വിദ്യാലയങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം അവന്റെ ബുദ്ധി വികസിപ്പിക്കുകയും ശരീരം വികസിപ്പിക്കുകയുമല്ല, അവന്റെ മനസ്സ് നടക്കുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, അധ്യാപകരും രക്ഷിതാക്കളും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണമുണ്ട്. ഞാനിന്ന് LP സ്കൂളിൽ പഠിച്ച തുടിക്കളം GLP സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം രാവിലെ ഞാനായിരുന്നു. അവിടെ പഠിച്ച 56 അധ്യാപകർ സ്റ്റേജിൽ. എന്നിട്ട് സ്റ്റേജ് നമ്മൾ പുറത്തു നിർത്തി മുറ്റത്താക്കി. 56 അധ്യാപകർ വേണ്ടി അവര് മുഴുവൻ നേർന്നിരിക്കുന്ന ഫോട്ടോ ഞാൻ ഇപ്പൊ പോസ്റ്റ് ചെയ്യാം. ഇപ്പം കഴിച്ചു വന്നത് കഴിക്കില്ല. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ ഫേസ്ബുക്ക് വാഴുക നോക്കിയാൽ മതി. 56 അധ്യാപകർ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശശിയാട്ടനും ചെമ്പോട്ടി നാരായണനുമാണ്. ഒരു 2 മാഷന്മാരില്ല. അവരെയാണ് വന്നാള് കെട്ടിപ്പിടിക്കുന്നത്. ഇതെന്നറിയോ? അവരായിരുന്നു ഉപ്മാവ് വെച്ച് അന്ന് സ്കൂളിൽ പോയ സത്യത്ത് പഠിക്കാനായിരുന്നില്ല, ഉപ്പുമാവ് തിന്നാനായിരുന്നു.
അവിടുത്തെ ഉപ്മാവിന്റെ ടേസ്റ്റ് ഒരു ഉപ്മാവിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അശ്വമേധയാഗം നടത്തിയ ഒരിക്കലും കളവ് പറയാത്ത ധർമ്മപുത്ര യാഗം കഴിഞ്ഞിട്ട് അവസാനം യാഗം നടത്തുന്ന ഋതിക്കിന്റെ കയറിയിരിക്കാൻ നോക്കുമ്പോ ഒരു പകുതി സ്വർണ്ണ നിറത്തിലുള്ള ഒരു കീരി ഓടി വന്നിട്ട് ഈ കാല് കഴിയ വെള്ളത്തിൽ പുരണ്ടിട്ട് തിരിഞ്ഞു നോക്കുക. എന്നിട്ട് വീണ്ടും വെള്ളത്തിൽ പുരളുന്നു, തിരിഞ്ഞു നോക്കുന്നു. എന്തേ? എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോ കീരി സംസാരിക്കാൻ നോക്കും. ഹേ രാജാവേ, ഞാനൊരു ദരിദ്ര ബ്രാഹ്മണന്റെ വീട്ടിന്റെ അടുത്തുകൂടെ പോകുമ്പോ ആ ബ്രാഹ്മണനും ഭാര്യയും ഒരു ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുകയായിരുന്നു ഏറെക്കാലമായി. അപ്പോഴാരോ അല്പം മലപ്പൊടി അദ്ദേഹത്തിന് കൊണ്ടുവന്നു. അത് ഭാര്യയ്ക്കും പങ്കിട്ട് കഴിക്കാൻ വേണ്ടി വീട്ടിലെത്തി. കുളിയും കഴിഞ്ഞിട്ട് ഏറെ ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയ ഭക്ഷണമല്ലേ, അപ്പൊ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മലപ്പൊടി രണ്ടുപേരും ഇലയെടുത്ത് അതിൽ നിരത്തി വെച്ചിട്ട് ആ മലപ്പൊടി വിളമ്പി കഴിക്കാൻ നോക്കുമ്പോഴാണ് ഒരാൾ ഭിക്ഷാന്തേഹി ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞ് ഓടി വന്നത്. ഏറെ ദിവസമായി ഒന്നും കിട്ടിയിട്ടില്ല. ഇവർ പരസ്പരം നോക്കി. ബ്രാഹ്മണൻ എഴുന്നേറ്റിട്ട് വന്ന ആളുടെ കാല് കഴുകി സ്വീകരിച്ചിരുത്തി ആ ഇല ഒന്നെടുത്ത് അയാളുടെ മുമ്പിലിട്ട് ഏറെ ദിവസം പട്ടിണി കിടന്നിട്ടും ഇവര് ആ മലർപ്പൊടി എടുത്തിട്ട് ആ ഇലയിൽ വിളമ്പിക്കൊടുത്ത് അപ്പൊ വിളമ്പിക്കൊടുത്തിട്ട് ഞാൻ കീരി പറയാ, ഞാൻ അതുവഴി ഓടുമ്പോ അവിടുത്തെ ചളിയിൽ ഊരി ഈ അദ്ദേഹത്തിന്റെ കാല് കഴുകിയ വെള്ളത്തിലൊന്ന് വീണു. ആ വെള്ളത്തിൽ വീണിട്ട് ഞാൻ എന്റെ മടയിലെത്തിയപ്പോ എന്റെ പകുതി ഭാഗം വെള്ളം നനഞ്ഞെടുത്തൊക്കെ സ്വർണ്ണ നിറമായിരുന്നു. സ്വർണ്ണ നിറം. ബാക്കി ഭാഗം സ്വർണ്ണ നിറമാക്കാൻ വേണ്ടിയിട്ട് അതുപോലുള്ള ഒരു പുണ്യജലം കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുറയായി. അപ്പോഴാണ് ഒരിക്കലും കളവ് പറയാത്ത ധർമ്മപുത്രര് അശ്വമേധയാഗം നടത്തിയിട്ട് ആ യാഗത്തിന്റെ ഗുണം ഋതിക്കിന്റെ കാല് കഴുകുന്ന വെള്ളത്തിനുണ്ടാകും. അതിൽ വീണ് പുരണ്ടാൽ ബാക്കി ഭാഗവും സ്വർണ്ണമാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ വന്നിട്ട് ഈ ചെടിയിൽ പുരണ്ടു നോക്കി. പക്ഷേ ആ ദരിദ്ര ബ്രാഹ്മണൻ അപ്രതീക്ഷിതമായി വന്ന ആ അതിഥിയുടെ കാല് കഴുകിയ വെള്ളത്തിന്റെ മൂല്യം പോലും ഹേ ധർമ്മപുത്രരെ, നിന്റെ യാഗത്തിന് ഇല്ലാതായി പോയല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ട് അപ്രത്യക്ഷമാകുന്ന കീരിയുടെ കഥയുണ്ട് മഹാഭാരതത്തിൽ. ഇത് ഭയങ്കര കഥയാണ്. ഞാൻ ആ വലിയ കഥയെ ചെറിയൊരു എൻ്റെ അനുഭവത്തിനെ കണക്ട് ചെയ്യാണ്. അന്ന് തിന്ന ഉപ്പുമാവിന്റെ രുചിയുള്ള ഒരു ഉപ്മാവ് തിന്നാൻ കിട്ടാൻ ഏത് നാട്ടിൽ പോയാലും ഞാൻ ഉപ്മാവ് തിന്നു. ഇതിനറിയോ, അന്ന് LP സ്കൂളിൽ തിന്ന ഉപ്പുമാവിന്റെ രുചിയുള്ള ഒരു ഉപ്പുമാവ് കിട്ടാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. കീരിയുടെ ബാക്കി ഭാഗം സ്വർണ്ണ നിറമായിട്ടില്ലെന്ന പോലെ അതുപോലുള്ള ഒരു ഉപ്പുമാവ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്നറിയുമോ? ആ ഉപ്പുമാവിന്റെ ടേസ്റ്റ് നിശ്ചയിച്ചത് അമേരിക്കയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുവന്ന ഗോതമ്പോ അന്നത്തെ കെയർ ഓയിലും ആയിരുന്നില്ല. അന്ന് ഉപ്പുമാവിന്റെ ടേസ്റ്റ് നിശ്ചയിച്ചത് എന്റെ വിശപ്പായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഭക്ഷണത്തിന് ടേസ്റ്റ് നിശ്ചയിക്കുന്നത് അതിന്റെ പാചകമോ ഓയിലോ എണ്ണയോ ഒന്നുമല്ല, വിശപ്പാണ്. ആ വിശപ്പ് കൊണ്ടാണ് ഞങ്ങൾ അന്ന് ചെമ്പോട്ടി നാരായണനെയും ശശിയാട്ടനെയും ഇഷ്ടപ്പെട്ടത്. ആ ശരീരത്തിന് ഭക്ഷണവും മനസ്സിന് ബുദ്ധിയും കൊടുക്കുന്ന ഇടമായ നമ്മുടെ വിദ്യാലയങ്ങൾ അപൂർണമാണ്. ഒരു വിദ്യാലയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു കുട്ടിക്ക് മനസ്സ് കൊടുക്കുക എന്നതായിരിക്കണം. നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആ ഭഗവാൻ നേർച്ചയും നെയ്യും കർപ്പൂരവും ഒക്കെ കൊടുത്താൽ മാത്രം പോരാ. കളഭം തരാം ഭഗവാനൻ മനസ്സും തരാം എന്ന മനോഹരമായ പാട്ടിൽ മനസ്സ് കൊടുക്കുന്നു. ഈ മനസ്സ് കൊടുക്കുന്ന ഇടമാണ് വിദ്യാലയം. അതിനാണ് ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള കലാപരിപാടികളും മത്സരങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. മനസ്സ് പുഷ്പിക്കണം. നമ്മുടെ വിദ്യാലയങ്ങൾ പണ്ടത്തെ പോലെയല്ല. അകത്ത് മുഴുവൻ കുണ്ടുകൂടിയായിട്ട് ഡെസ്കും ബെഞ്ചും ഒരു കാര്യം കുഴിയിൽ വീണ അപ്പാട് നേരെ മറിഞ്ഞു പോ, നേരെ നമ്മുടെ നഖത്തിന് തന്നെ നഖം പറഞ്ഞു പോയാൽ അന്നത്തെ മാഷം മാറുന്ന ഒരു പരിപാടി നഖം അപ്പ പറഞ്ഞിട്ടുണ്ടാവും. അപ്പാട് നല്ല പിടിച്ചൊരൊറ്റ പറിക്കുക, പറച്ചൊരു ഗാഡി നെഞ്ഞരക്കണ്ട കത്തിക്കട്ടെ.
എന്നിട്ട് ഒരു ഉപ്പ് വെള്ളം, അതിൻ്റെ ഇടയിൽ ഒരു മരുന്ന് വെക്കും. അറിയാമോ ആ മരുന്ന്? അറിയാമോ? നമ്മുടെ സ്കൂളിന്റെ പരിസരത്തുള്ള ഉയരമില്ലാത്ത തെങ്ങായിരുന്നു ഹെൽത്ത് സെന്റർ. അതിന്റെ തെങ്ങിന്റെ കുരളുമ കഴിഞ്ഞിട്ട് കുരുത്തോല ഇളം മട്ടലില്ലേ, ആ മട്ടലിന്റെ പുറത്തൊരു പൂപ്പലുണ്ട്. ആ പൂപ്പൽ ചുരത്തിയിട്ട് അതും വെച്ചിട്ട് തുണി ചുറ്റിയിട്ട് ഉപ്പുവെള്ളം ഒഴിച്ചാൽ അന്നത്തെ പനി തീർന്നു. അതായിരുന്നു അന്നത്തെ ഫസ്റ്റ് എയ്ഡ്. മനസ്സിലായി? അന്ന് മറിഞ്ഞു വീഴുന്ന, കാലിന് വീഴുന്ന ഡസ്കും ബെഞ്ചിനും കാലിന് വീഴാൻ കാരണം ആ ഡസ്കും ബെഞ്ചും എന്തൊന്നും തെറ്റ് ചെയ്തിട്ടല്ല. നിലം ഉറപ്പില്ലാത്തതും മിക്ക ഡസ്കും ബെഞ്ചിനും AR റഹ്മാന്റെ പാട്ടിലെ വലിയ ഓർമ്മ വരിക. മിക്ക ഡസ്കും ബെഞ്ചിനും മുക്കാല, 2-3 കാലുകാലം ഉണ്ടാവില്ല, 3 കാലേ ഉണ്ടാവില്ല. മനസ്സിലായോ? എന്നാൽ ഇന്ന് നല്ല തറയാണ്, നല്ല ഡെസ്കാണ്, നല്ല ബെഞ്ചാണ്, നല്ല ചുമരാണ്, നല്ല ബിൽഡിംഗാണ്. എന്ത് സുന്ദരമാണ് നമ്മുടെ ക്ലാസ് റൂമുകൾ. ആ ക്ലാസ് റൂമുകളെ പോലെ തന്നെ നമ്മുടെ അധ്യാപകരും സുന്ദരന്മാരും സുന്ദരികളുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പിരിയാൻ നോക്കുന്ന മാഷന്മാര് നരച്ച് കുളിച്ച് വയസ്സിലായിട്ടുണ്ടാവും. ഇന്ന് പിരിയാൻ നോക്കുന്ന മാഷും ടീച്ചറാവട്ടെ വെറുതെ തമാശക്കൊന്ന് മാട്രിമോണിയിൽ ഇട്ടോക്ക് 100 കണക്കിന് പ്രപ്പോസലുകൾ. സുന്ദരന്മാരും സുന്ദരികളും നല്ല യുവതികളും യുവാക്കളുമാണ്. കാരണം കേരളത്തിന്റെ ആയുർദൈർഘ്യം കൂടി. പണ്ട് മധ്യവയസ്സെന്ന് പറയുന്നത് 50 മുതലാണ് 60 വരെ. ഇപ്പൊ മധ്യവയസ്സെന്ന് പറയുന്നത് 60 മുതൽ 70 വരെയാണ്. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ 75-ന് മേലെയാണ്. 75-ന് മേലെയാണ്. 50 വരെ ഇപ്പൊ യുവാക്കളാണ്. 50-55 വരെ യുവാക്കളാണ്. മനസ്സിലായില്ലേ? അപ്പോ അന്നത്തെ അധ്യാപകർ പോലെയല്ല ഇന്നത്തെ അധ്യാപകർ. നല്ല അറിവുള്ളവരാണ്. അന്ന് നീ പഠിച്ചാലും പഠിച്ചിട്ട് നമുക്ക് ശമ്പളം കിട്ടും, വേണത് പഠിച്ചോ എന്ന് പറയുന്ന കുറെ മാഷന്മാർക്കായി. ഇന്ന് എല്ലാ അധ്യാപകരും 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ 2 മണിക്കൂർ പഠിച്ചെങ്കിലേ ഒരു നല്ല അധ്യാപകനുണ്ടാവും. അതാ കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്, മരിയൻകുട്ടിക്കൊരടി, മരിയം മാഷക്കൊരിടി, മന്ത്രിക്കൊരു വെടി. കുഞ്ഞുണ്ണി മാഷ കവിത. മരിയം മാഷന്മാർക്ക് അതിജീവിക്കാൻ പറ്റില്ല. നന്നായി പണിയെടുക്കണം. ഇതൊക്കെ ആയിട്ടും നല്ല പാഠപുസ്തകമാണ്. നിങ്ങൾ എല്ലാ രക്ഷിതാക്കളും മക്കളെ പാഠപുസ്തകം വായിക്കണം കേട്ടോ. നമ്മൾ പഠിച്ച പാഠപുസ്തകം ഭയങ്കര ഇപ്പത്തൊന്നും കൊള്ളൂല എന്ന് പറയുന്ന കുറേ തന്തവൈകുമാർ അറിയില്ല. നല്ല പാഠപുസ്തകമാണ്. ആ പാഠപുസ്തകത്തിൽ ആധുനിക കാലഘട്ടത്തിന് ആവശ്യമായ അറിവുകളെല്ലാം ഉണ്ട്. അത് രക്ഷിതാക്കളും പഠിക്കണം. പക്ഷേ ഈ പാഠപുസ്തകങ്ങളും സ്കൂളും കെട്ടിടവും മാഷന്മാരും ഡെസ്കും ബെഞ്ചും എല്ലാം നന്നാവുന്നു. കുട്ടികളാണെങ്കിൽ നന്നായി പഠിക്കുന്നുണ്ട്. 360 മാർക്ക് 600 കിട്ടിയ ഫസ്റ്റ് ക്ലാസ് 60%. ഇന്ന് 60% എന്ന് പറഞ്ഞാൽ A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, B മാത്രമാണ് 60%. അന്നത്തെ നമ്മളെ ഫസ്റ്റ് ക്ലാസ്. എന്തൊരു മാർക്കാ കുട്ടിക്കണ്ടോ, എന്തൊരു ബുദ്ധിയാ. എൻ്റെ നാട്ടിലൊരു നാടൻ വാക്കുണ്ട്. ആ വാക്കാണ് എന്നെ ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച അബ്രഹാം മാഷ് പറഞ്ഞു തരിക. ബട്ട് എന്ന വാക്കിന് BUT എന്നതിന് അദ്ദേഹം പറയും പക്കേങ്കി. പക്കേങ്കി കേട്ടിട്ടുണ്ടോ? പക്ഷേ എന്നതിന് പക്കേങ്കി അല്ലേ? ഞാൻ സ്കൂളിന്റെ 100ാം വാർഷികത്തിന് ഭാഗമായി തൊടിയിക്കുളം GLP സ്കൂളിന്റെ ആ ശതവാർഷികത്തിന്റെ ഒരു പോസ്റ്റ് ഇന്നലെ തയ്യാറാക്കിയിടുമ്പോൾ അതിൽ ഞാൻ എന്നെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അച്ഛൻ കൂട്ടിപ്പോയ ആ 1975 ഓർമ്മകൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് സ്കൂളിൽ ചേർത്തിട്ട് തിരിച്ചു വരുന്നത് വരെയുള്ള ആ ഭാഗം കംപ്ലീറ്റ് നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷയിലാണ് ഞാൻ എഴുതിയത്. നാടൻ ഭാഷ. എന്നിട്ട് ഇപ്പൊ കുറെ ആളുകളോട് വിളിച്ചു ചോദിക്കും അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. അവർക്കൊന്നും അറിയില്ല. നാടൻ ഭാഷകൾ നാം മറന്നു പോകരുത്. നാടൻ ഭാഷയാണ് ഭാഷയുടെ ജീവൻ എന്നറിയണം. കൃത്രിമ ഭാഷ കൂടുതൽ കൂടുതൽ കൃത്രിമമാകുന്തോറും ആ ഭാഷ മരിച്ചു പോകുമെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് രാമായണം, മഹാഭാരതം, ഭാഗവതം, അഷ്ടാദശ പുരാണങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകളെല്ലാം എഴുതിയ നമ്മുടെയൊക്കെ ഭാഷകളുടെയൊക്കെ മാതാവായിരിക്കുന്ന സംസ്കൃത ഭാഷ. ആ സംസ്കൃത ഭാഷയിൽ ആരും വർത്താനം പറയുന്നുണ്ടോ? ആകെ നമ്മൾ കേൾക്കുന്നത്
ഇയം ആകാശവാണി സമ്പ്രതി വാർത്താഹ ശ്രൂയന്ത പ്രവാചക ബലദാനന്ദ സാഗരഃ അല്ലേ? പിണറായി വിജയനാഹ, ഈ വി ഡി സതീശനാഹ, തട്ടനാഹ മുട്ടണാഹ, ഇത് നമുക്കറിയുന്ന സംസ്കൃതമുണ്ട്. ആ ഭാഷയുടെ താർപ്പര്യമായ വ്യാകരണ നിയമം കൊണ്ടാണ് ആ ഭാഷ ധരിച്ചത്. അതുകൊണ്ട് മക്കളും അച്ഛനും വർത്തമാനം പറയാൻ നാടൻ വാക്കുകൾ ഉപയോഗിക്കണം. മനസ്സിലായോ? ഹോട്ടലിൽ കയറിയിട്ട് എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടുമെങ്കിൽ വിരോധമില്ലായിരുന്നോ എന്ന് പറഞ്ഞാൽ സപ്ലയർ ഇങ്ങനെ നോക്കും, ഇവനെന്തോ തലക്കിളക്കം പറ്റി. എന്നാ ഒരക്ഷരമുണ്ട്, ഒരസുഖമാണോ നോക്കും, ഒരസുഖമാണോ, ഒരക്ഷരമില്ല, ഒരേ ചൂടുവെള്ളം കൊടുക്കലും. കാര്യം മനസ്സിലാവും അതില്ല, അല്ലേ? കാര്യം മനസ്സിലാവും അതില്ല. ആ നാടൻ പ്രയോഗങ്ങൾ. അപ്പൊ ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു, ബട്ട് പക്കെങ്കിൽ. ഇതൊക്കെ നല്ല ഓപ്പറേഷനിലും വിജയിക്കുന്നത്, പക്ഷെ രോഗി മരിച്ചു പോകുന്നു പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അതുപോലെ വിദ്യാലയങ്ങൾ ഗംഭീരമാകുന്നു, ദേവാലയങ്ങൾ അതിലും ഗംഭീരമാകുന്നു, പ്രാർത്ഥന കൂടുന്നു. പണ്ടെല്ലാം അമ്പലത്തിൽ പോയിട്ടേ പ്രാർത്ഥിക്കുള്ളൂ, ഇപ്പൊ എല്ലാ വീട്ടിലും പൂജാമുറിയുണ്ട്, അല്ലെ? എല്ലാ വീട്ടിലും പൂജാമുറിയുണ്ട്. പക്ഷെ ദൈവം തുള്ളിപ്പായുന്ന പൂജാമുറിയാണ് മാത്രം. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ദൈവം തുള്ളിപ്പായുന്ന എന്ന് പറഞ്ഞാൽ ഒരു റോഡിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി മാർച്ച് മാസമായിട്ട് എസ്റ്റിമേറ്റ് അതിന്റെ ഇത് കണക്ക് ശരിയാക്കി കൊടുക്കായിട്ട് എഞ്ചിനീയർ ഓവർസിയർ വരുന്നില്ല. അവസാനം ഓവർസിയറെ കാണാൻ വേണ്ടി പോലീസുമ്പം വന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഓവർസിയർ എണീറ്റിട്ട് വീടിയുണ്ട്. ഓവർസിയർ അമ്മ കുളിച്ച് രാവിലെ തന്നെ ശുഭ്രവസ്ത്രധാരണിയായിട്ട് തലയിൽ ഒരു തോർത്തും ചുറ്റിയിട്ട് കോണിച്ചോട്ടിൽ പൂജാമുറിയുണ്ട്. ആ പൂജാമുറിയിൽ നിന്ന് ഇങ്ങനെ പൂജ നടത്തുക. മണി മുട്ടുമ്പോൾ അതിനൊരു പക്കമേള, ഒരു പൊട്ടലും ചീറ്റലും. മണിമു നാളെ കാണുള്ളൂ, മറ്റൊന്നും കാണുള്ളൂ. പൊട്ട ഒച്ച നോക്കുമ്പോ ഈ പൂജാമുറിന്റെ പൊട്ട ടോയ്ലറ്റ് ഈ ഓവർസിയർ കുമ്പക്കൊടലിന് അതിന്റെ അകത്ത് പോയിട്ട് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും അടിച്ച് വിടുന്നതിന്റെ ഒച്ചയാ. ദൈവത്തുള്ളി പായാൻ റേഡിയോ പോകും. ഇങ്ങനെ ദൈവത്തെ അപമാനിക്കരുത് കേട്ടോ. ദൈവത്തെ പല വീട്ടിലും അപമാനിക്കുക, മനസ്സിലായോ? പൂജാമുറികളുണ്ട്, എല്ലാം ഗംഭീരമായി വളരുന്നുണ്ട്. പക്ഷേ 27 സ്കൂളുകളിൽ ഇക്കൊല്ലം കത്തിക്കുത്തു നടന്നില്ലേ? 27 സ്കൂളിൽ. സാധാരണ സ്കൂളിൽ നിന്ന് പരീക്ഷയും കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ പിന്നീട് നാടാ നമ്മൾ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കെട്ടിക്കൊടുത്തോ ഒരു കൂടിപ്പിരിയലുണ്ട് അല്ലേ? ഇക്കൊല്ലം പണ്ട് വഴിതെറ്റി പോകാതിരിക്കാൻ അച്ഛനും അമ്മയും കുട്ടികളെയും കൂട്ടിയിട്ട് സ്കൂളിൽ പോകും. ആദ്യത്തെ 1-2 ദിവസം സ്കൂൾ കൊണ്ടാക്കുക. എന്നാൽ നേരെ തിരിഞ്ഞിട്ട് ഇത്രയും വിദ്യാഭ്യാസം വളർന്നപ്പോ കുട്ടികൾ സ്കൂളിൽ നിന്ന് വഴിതെറ്റാതി പോകാതിരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും പറയുന്നു, SLC+2 കുട്ടികളുടെ രക്ഷിതാക്കൾ സ്കൂളിൽ വരണം, തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ. കാരണം തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകുമ്പോ ഇവർ തമ്മിൽ കൊറ്റുമോ, തല്ലുമോ, കത്തിക്കുത്തുമോ? പേന കത്തി കൊണ്ട് ഹരിശ്രീ വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പഠിച്ചവന് 10-ൽ 10 മാർക്ക്. ഇല്ലൂമിനാറ്റി ഇതന്റെ ഒരു പാടിയാണ്. ഈ പാട്ട് നമ്മുടെ കുട്ടികളുടെ ഏത് അവസ്ഥയിലേക്ക് എത്തിക്കുന്നു? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ആർക്ക പിഴച്ചത്? കുട്ടികൾക്കാണ്. മയക്കുമരുന്ന് ഇഷ്ടം പോലെ ലഭ്യമായതുകൊണ്ട് മാത്രമാണോ എല്ലാ കുട്ടികളും മയക്കുമരുന്നിന് അടിമയാവുന്നുണ്ടോ? മഴ പെയ്യുന്നത് കൊണ്ട് ആകാശത്ത് പന്തലിടാൻ പറ്റുമോ? നമുക്ക് കുട ചൂടാനേ പറ്റൂ. എന്റെ കുട്ടിക്ക് കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. ഈ ഭീകരമായിരിക്കുന്ന ഉപഭോഗ സംസാരത്തിന്റെ മഴ പെയ്യുക. ലാഭം കിട്ടുമെങ്കിൽ എന്ത് കുയിപ്പിന്റെ കട്ടയും വിൽക്കാനും വാങ്ങാനും തയ്യാറുള്ള മനുഷ്യലോകം ഈ ലോകത്തും. എന്ത് ലാഭമാണ്? അങ്ങനെയുള്ള ഒരു ലോകത്ത് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുവാനുള്ള സൂത്രം നോക്കൂ. അങ്ങനെ നോക്കുമ്പോൾ എന്റെ കുട്ടി അതിൽ പോയി പെട്ടുപോകാതിരിക്കാൻ, നമ്മുടെ കുട്ടിയെ സംരക്ഷിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത്, അവന്റെ പുറകെ നടക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പണ്ടെല്ലാം ഒറ്റക്ക് കുട്ടി പോകുമ്പോ കുട്ടിയുടെ കൂടെ ആരും ഇല്ലാത്തപ്പോ ദൈവമേ നീ നോക്കണേ എന്ന് പറയും അല്ലേ? സ്വാമി അയ്യപ്പ സിനിമയില് ഒരു പാട്ടുണ്ട്, സന്താന ഗോപാല കൃഷ്ണ കൃഷ്ണ എന്നും തൊഴുന്നേ ശ്രീപാദം.
അതിലടുത്ത വരികൾ ശ്രദ്ധിച്ചോ. ഉണ്ണിക്കിടാങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം ഉണ്ടായിരിക്കണേ ഭഗവാനേ. കുട്ടികൾ ഒറ്റക്ക് പോകുമ്പോ അവർ കുടുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ അവരുടെ കൂടെ ദൈവം വേണമെങ്കിൽ ദൈവത്തിന് ഇരിക്കാൻ ഒരു ഇടം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അവർക്ക് ഇല്ല. ദൈവത്തിന് ഇരിക്കുന്ന ഇടം മനസ്സാണ്, ഹൃദയമല്ല. ഹൃദയവും ബുദ്ധിയല്ല, മനസ്സാണ്. മനസ്സും ഹൃദയവും വേറെയാണ്. മനസ്സും ബുദ്ധിയും വേറെയാണ്. ബുദ്ധിയുടെ എല്ലാവർക്കും മനസ്സുണ്ടാവണമെന്നില്ല, മനസ്സുള്ളവർക്കെല്ലാം ബുദ്ധി ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ബഡ്സ സ്കൂളുകളിൽ പോയി നോക്കൂ. ഭിന്നശേഷിക്കാരും ബുദ്ധിമാന്ദ്യമുള്ളവരുമായിരിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞുള്ള മുതിർന്നവരെയൊക്കെ നോക്കുന്ന ബഡ്സ സ്കൂളുകളുണ്ട് നമ്മുടെ നാട്ടിലാകെ. ആ സ്കൂളിലെ അന്തേവാസികൾക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഒരു പ്രൊജക്ട് വെച്ചു. ഒരു കൊല്ലമായി ഞാൻ ആ പ്രൊജക്ടിന്റെ പുറകെ നടക്കുന്നു. ആ പ്രൊജക്ട് നടപ്പിലാക്കാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്ന് ഉദ്യോഗസ്ഥന്മാരെ നോക്കി. നടപ്പിലാക്കിയ തീരുമെന്ന് ഞാനും പറഞ്ഞു. ഇവർക്ക് ചില സ്കൂളുകളിൽ പോയപ്പോ കീബോർഡ് വേണം. കാരണം കലയെന്ന് പറയുന്നത് ഭാഷയുള്ളവനും ഭാഷയില്ലാത്തവനും കലയുണ്ട്. കലയെന്ന് പറയുന്നത് ഭാഷയിൽ നിന്നുണ്ടാകുന്നതല്ല. സ്കൂൾ പഠിച്ചിട്ടല്ലോ. മന്ദളിർത്തിന്നു മതിച്ചോരീളം കൂയിൽ കുന്തേമ്പൂഴമ്പാൽ നിൻ കർമ്മയുഗ്മം ചാലേ നീറപ്പാനായുമേഷ മേളത്തോടൊടെ കൂഴലീടെ കുതിടുന്നു എൻ കുഞ്ഞൂറങ്ങിക്കൊൾ. കുയില് പാട്ടുപാടുന്നത് സ്കൂൾ പഠിച്ചിട്ടോ സംഗീതം പഠിച്ചിട്ടോ അല്ല, അതിന്റെ മനസ്സിൽ പാട്ടുള്ളത് കൊണ്ടാണ്. പൂക്കൾ സുന്ദരമായി വിരിയിക്കുന്നത് ഏതെങ്കിലും ചിത്രശാലകളിൽ നിന്ന് അത് വരച്ച് പഠിപ്പിച്ചിട്ടല്ല, ആരെങ്കിലും അതിന്റെ ചാർട്ട് തയ്യാറാക്കി കൊടുത്തിട്ടല്ല. അത് വിരിയുന്നു. പ്രഭാതത്തിന് ചായം പൂശിയതാരായ, അസ്തമയ സൂര്യൻ ഇത്രയും സൗന്ദര്യം കൊടുത്തതാരായ, അതൊക്കെ പ്രകൃതിയുടെ പരയാണ്. എന്താ പര അറിയാം? നമ്മൾ തൊണ്ടേന്ന് എന്റെ നിങ്ങൾ കേൾക്കുന്നത് വൈഖരി എന്ന് പറയാം. തൊണ്ടേന്ന് നിങ്ങളുടെ കർണവടത്തിൽ വരെ ശബ്ദം എത്തുന്നത് വൈഖരിയാണ്. പക്ഷെ ആ വൈഖരിക്ക് മുമ്പേ പര, പശ്യന്തി, മധ്യമ 3 ഘട്ടങ്ങളുണ്ട്. ഒരു കുട്ടി ജനിച്ച ഉടനെ കുട്ടിക്കണം എന്ന വാക്കറിയില്ലെങ്കിലും മൂത്രയിക്കാൻ മുട്ടില്ലേ? അതിന് മൂത്രം എന്താണെന്നറിയില്ല. വിശപ്പെന്ന വാക്കറിയുന്നതിന് മുമ്പും കുട്ടിക്ക് വിശപ്പില്ലേ? അത് അവന്റെ കുട്ടിയുടെ മനസ്സിൽ തോന്നുന്ന പരയാണ്. കുട്ടി അത് പ്രകടിപ്പിക്കാൻ ഒരു മാർഗം കണ്ടെത്തും. കരയും, പശ്യന്തി, കരയുന്നു. ചില ആളുകൾ ചില മാധ്യമങ്ങളിലൂടെ പ്രണയമെന്ന വികാരം പ്രകടിപ്പിക്കുവാൻ വേണ്ടി കാലുപയോഗിച്ചിരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? കാലുകൊണ്ട് പ്രേമിച്ച കാലം ഓർമ്മയുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഒരു 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെല്ലാം കാലുകൊണ്ട് പ്രണയിച്ചിരുന്നു. ഓർമ്മയില്ല? ജയേന്ദ്രൻ പാടി ഒരു പാട്ട് കേട്ടാൽ അതിന്റെ അർത്ഥം കിട്ടും. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, കൺമണിയതു കേട്ടു നാണിച്ചു കാൽനകം കൊണ്ടൊരു വര വരച്ചു. നിലത്ത് വട്ടം വരക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നില്ലേ? പ്രണയത്തിന്റെ വര അതായിരുന്നു. ഇപ്പോ അങ്ങനെ കാലുകൊണ്ട് വട്ടം വരക്കുന്ന ഒരാളില്ല. പ്രണയത്തിൽ മൗനത്തിലൂടെ മറുപടി, വാക്കുകളില്ലാതെ മൗനത്തിലൂടെയായിരുന്നു പണ്ട് മറുപടി പറഞ്ഞിരുന്നത്. 80-ന് മുമ്പ് പെണ്ണ് കാണാൻ വന്നപ്പോൾ ചെക്കൻ ഇഷ്ടായ മോളെ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമായ അച്ഛ എന്ന് പറയുന്ന ഒരു പെണ്ണുമില്ല. ഓളൊന്നും അനങ്ങാണ്ട് അടിച്ചു പോകും. കാക്ക ചേക്കേറും കിളിമരത്തണലി കാതരമിഴികളോടെ മനസ്സിനുള്ളിൽ ഒളിച്ചു പിടിക്കും സ്വപ്നരത്നഖനി പോലെ തനിച്ചു വരും താരുണ്യമേ നീക്കുള്ള മറുപടിയാണ് നിന്റെ മൗനം. നിന്റെ മൗനം സന്ധ്യമയങ്ങും നേരം. ഓർമ്മയുണ്ടോ? മറുപടി മൗനത്തിലൂടെ പറഞ്ഞത്. അതാണ് മാധ്യമം. ചലനങ്ങളും ഭാവങ്ങളും കണ്ണുകൊണ്ട് കമ്പിയടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാധ്യമം.
വാക്കുകൾ വൈകില്ല. അപ്പൊ പ്രകൃതിയിൽ സൗന്ദര്യബോധമുണ്ട്. ആ സൗന്ദര്യബോധത്തെ പ്രകടിപ്പിക്കുവാനുള്ള ഒരു മാർഗം മാത്രമാണ് ഭാഷ എന്ന് പറയുന്നത്. ഈ സൗന്ദര്യബോധത്തെ പുഷ്പിക്കാൻ, ഇടംവിടർത്താൻ ഉള്ള അവസരമായിട്ട് നമ്മുടെ കുടുംബവും വിദ്യാലയവും കൈകോർക്കണം. കുട്ടികളുടെ ഭാവുകത്വം വളർത്താൻ, അവന്റെ നാദത്തെ ആർദ്രമാക്കാൻ, അട്ടഹാസമല്ല. ഞാൻ ഇന്നലെ മൈക്ക് ഓപ്പറേറ്റർമാരെ വിളിച്ചു. നിങ്ങൾ ഒരു സമ്മേളനം നടത്തും, എന്നെ വിളിക്കണം. മൈക്ക് ഓപ്പറേറ്റർമാരെ, മുതലാളിമാരില്ല. എന്തിനാണ് ഈ മൈക്കും കൊണ്ട് വരുന്ന കുറെ ആളുകൾ പരിപാടി നടക്കുന്ന ഇടവേളയിൽ ഇവന്റെ കുറെ പാട്ട് ആട്ടി ഭയങ്കര ടെറിബിൾ ശബ്ദത്തിൽ ഇവനാ പാടുന്നു എന്നുള്ള മട്ടില്ല, അതിന് ഒച്ച കൂട്ടി. ഇത്തരം പരിപാടികളിൽ ഒത്തുചേരുമ്പോ ശബ്ദരഹിതമായ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടണം. അമ്പലത്തിലാവട്ടെ, സ്കൂളിലാവട്ടെ. എന്തിന്? ഒന്നും വർത്തമാനം പറയണ്ടേ മനുഷ്യന്മാരെ? ഇപ്പൊ കല്യാണത്തിന് പോയാൽ പോലും അങ്ങനത്തെ ഭയങ്കര ഒച്ചത്ത് പാട്ടുണ്ടാവും. ഒന്നും മിണ്ടാൻ പറ്റില്ലെന്ന്. കാരണം അങ്ങനത്തെ പാട്ട് ടെറിബിളാണ്. പണ്ടല്ല പാട്ട് എന്ന് പറഞ്ഞൊരു അത്ഭുത വസ്തുവായിരുന്നു അല്ലേ? പണ്ട് റേഡിയോ വന്ന കാലത്ത് റേഡിയോ ഉള്ള വീട്ടിൽ നമ്മൾ പാട്ട് പാടാൻ പോയിട്ട് ഞാൻ തീപ്പെട്ടി കൂട് അതിന്റെ ഉള്ളിൽ തീർക്കിൽ കുത്തിയിട്ട് അതില് കോൺഗ്രസ് അപ്പേന്റെ കഷ്ണം തിരിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് അതിന്റെ ഏരിയയിൽ കുത്തിയിട്ട് അത് തുറന്നിട്ട് പാട്ട് കേൾക്കണം എന്ന് ചോദിച്ചിട്ട് ചിഹ്നം വെന്താരത്തിൽ ആനന്ദവേള എന്നും മലർശരൻ ആടുന്ന വേള ആശാസുന്ദര കൽപ്പന സ്വപ്നം ജീവിതയാത്ര എന്ന് പാടിയത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഓരോ വീടിനും പോയിട്ട് നിങ്ങൾക്ക് പാട്ട് കേൾക്കണം പറഞ്ഞ് ഞാൻ തന്നെ പാടും. ഇത് തോന്നിട്ട് അന്ന് അത്ഭുത വസ്തുവായിരുന്നു പാട്ട്. ഇന്ന് പാട്ടില്ല, ഒരു സ്ഥലമില്ല, എപ്പം വേണമെന്നും പാട്ടാണ്. ആ സമയത്ത് ഈ മൈക്കിൽ ഇവരെ പാട്ട് വേണം നമുക്ക് കേൾക്കാൻ. എന്തൊരൊച്ചയിലാ പാട്ട് വെക്കുന്നത്. ഞാൻ ഇന്നലെ നമ്മുടെ സംഘാടകരായിട്ടുള്ള സ്കൂളിൽ പറഞ്ഞു, ഒരു പരിപാടി കഴിഞ്ഞ പരിപാടി വരെ നിങ്ങൾ തുറക്കരുത്. കാരണം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും മാഷന്മാരെല്ലാം വന്നിട്ടൊന്നും മിണ്ടി പറയണ്ടേ. ഇത് പൂളക്കുട്ട പോലെ പല പരിപാടിക്കും ആളുകൾ വീട്ടിൽ നിന്ന് പിടിച്ചന്തി എടുത്തിട്ട് സ്കൂളിൽ ഇടാൻ കസേരമ കൊണ്ടേക്ക് വീട്ടിൽ കൊണ്ടേക്കും. എന്ത് കഴിക്കും പറയണ്ടേ? ഇത് പൂളക്കുട്ട പോലെ പല പരിപാടിക്കും ആളുകൾ വീട്ടിൽ നിന്ന് പിടിച്ചന്തി എടുത്തിട്ട് സ്കൂളിൽ ഇടാൻ കസേരമ കൊണ്ടേക്ക് വീട്ടിൽ കൊണ്ടേക്കും. എന്ത് കഴിക്കും? നിങ്ങളുടെ ശരീരമല്ല കൊണ്ടുവരേണ്ടത്, മനസ്സ് കൊണ്ടുവരും. ആ മനസ്സുണരണം. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് മനസ്സുണർത്തണം. ആ മനസ്സുണർത്താൻ കല വേണം, സംഗീതം വേണം, ആർദ്രത വേണം, അട്ടഹാസങ്ങൾ വേണം. വെറുപ്പല്ല വേണ്ടത്, സ്നേഹം വേണം. ആ സ്നേഹത്തിന്റെ മൃദുലതരമായിരിക്കുന്ന ജീവിത പ്രക്രിയയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ ഇത്തരം വാർഷികങ്ങൾ ഉപകാരപ്പെടും. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധമുണ്ട്. മറ്റേത് ജോലിയും പിന്നെ ആ പേരിൽ അറിയപ്പെടും ഇല്ലല്ലോ. പിന്നെ വ്യവസായ ഓഫീസർ എന്ന് വിളിക്കോ? ഇല്ലല്ലോ. അതിനെന്റെ അച്ഛന ഇല്ല. പിന്നെ പോലീസെന്ന് വിളിക്കോ? വില്ലേജ് ഓഫീസർ എന്ന് വിളിക്കോ? എന്നാ മാഷ് പിരിഞ്ഞാൽ മാഷിനെ വിളിക്കും, ടീച്ചർ പിരിഞ്ഞാൽ ടീച്ചറിനെ വിളിക്കും. മരണം വരെ അവര് അധ്യാപകരാ, മരിച്ചാലും അവർ അധ്യാപകരാ. എന്നെ പഠിപ്പിച്ച LP സ്കൂൾ പഠിപ്പിച്ച 4 അധ്യാപകരും മരിച്ചുപോയി. കുഞ്ഞിരാം മാഷ് 2, മാഷ് ചെറിയമ്പൂരി മാഷ്. ആ 4 പേരെയും ഞാൻ അവരെ കുറിച്ചാണ് ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിച്ചത്. അവര് മരിച്ചിട്ട് കാലമേറിയ, പക്ഷേ അവർ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു. അതാണ് അധ്യാപക വൃത്തിയുടെ പ്രത്യേകത. അവര് കേവലം പാഠപുസ്തകങ്ങൾ വ്യാഖ്യാനിക്കുന്നവരല്ല, അവർ മനസ്സ് സൃഷ്ടിച്ചു കൊടുത്തവരായിരുന്നു. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത് എന്നതിന് ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്കറിയുന്ന ഉത്തരം അറിയുന്ന ചോദ്യമേ ചോദിക്കും. പക്ഷെ ഒറ്റ നിബന്ധന, ഞാൻ ചോദിക്കുമ്പോൾ വിളിച്ചു പറയണം. ചോദിക്കുമ്പോൾ എല്ലാം പറയുന്ന ഉത്തരാണ്, പക്ഷെ ഞാൻ ചോദിക്കുമ്പോൾ ഉടനെ വിളിച്ചു പറയണം. റെഡിയല്ലേ? പേരുണ്ടാക്കുന്ന ആരാ? തേനീച്ച. പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലേ? പക്ഷെ തെറ്റാണ്. തേനീച്ച ഇതുവരെ ഒരു നുള്ളി പേരുണ്ടാക്കിയിട്ടില്ല.
തേനുണ്ടാക്കാൻ പൂക്കൾക്കേ അറിയൂ, പൂക്കൾക്കേ അറിയൂ. ഈ പൂക്കളിലെല്ലാം തേന് കോടാനുകോടി വർഷമായിട്ട് പൂക്കൾ ഈ ഭൂമിയിലുണ്ട് കേട്ടോ. പൂക്കൾ ഉണ്ടായിട്ട് എത്രയോ കോടി വർഷത്തിന് ശേഷം മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് ഇവിടെ ആരുണ്ടായിരുന്നില്ല, ഈ കാലത്തെല്ലാം ഇല്ല. ഈ കാലത്തെല്ലാം പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിന്നിട്ട് ആ പൂവിനെ നോക്കിയിട്ട് ആരും ആ പൂവിനെ നോക്കിയിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് എഴുതാൻ ഷിബു ചക്രവർത്തി ഉണ്ടായിരുന്നില്ല, ചിട്ടപ്പെടുത്താൻ ജെറി അമൽദേവ് ഉണ്ടായിരുന്നില്ല, പാടാൻ യേശുദാസ് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? അപ്പോ ആ പൂക്കളിലെല്ലാം തേനുണ്ടായിരുന്നു. അത് കുടിക്കാൻ തേനീച്ച ഉണ്ടായിരുന്നില്ല. തേനീച്ച പൂക്കൾ ഉണ്ടായിട്ടും 1.5 കോടി കൊല്ലത്തിന് ശേഷം തേനീച്ച ഉണ്ടായിരുന്നു. ഈ പൂക്കളിലെ തേനെല്ലാം മണ്ണിലടിഞ്ഞു. ഇപ്പോഴും പൂക്കളിലെ തേനെല്ലാം മണ്ണിലടിയുന്നു. എല്ലാം ഒന്നും തേനീച്ച ഉറുമ്പ് കുടിക്കുന്നില്ല. എന്നിട്ട് വന്ന മണ്ണിന് മധുരമില്ലാത്ത ഈ പൂവായ പൂവെല്ലാം എത്ര നൂറ്റാണ്ട് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് വീണിട്ടുണ്ട്. മണ്ണിന് മധുരമില്ലാത്തത് സിമ്പിളാണ് ഉത്തരം. ഏതൊരു ഭക്ഷ്യപദാർത്ഥം പോലെ തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകും. എന്നാ നമ്മുടെ തേന് കെട്ടുപോകുന്നില്ലല്ലോ. ഔഷധ ഗുണമുള്ള ഏറെക്കാലം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പൂവിൽ നിന്ന് തേന് തേനീച്ച എടുത്തിട്ട് അപ്പടി തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചെങ്കിൽ കെട്ടുപോകും. ഇനി എന്തുകൊണ്ടാണ് തേന് കെട്ടുപോകാത്തത്? തേനീച്ച അത് കുടിച്ച് ദഹിപ്പിച്ച തേനാണ് തേൻവലിയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അത് സ്വന്തം തേനാണ്. അതിന്റെ അറിവ് മനസ്സിലിട്ട് ഭുജിക്കും. സഹ അവവതു പോരാ, സഹനവും ഭുനക്കു വേണം എന്നൊരു മന്ത്രം കേട്ടിട്ടില്ലേ? ഓം സഹനാവവതു സഹനവും ഭുനക്കു. എന്താ? പഠിപ്പ് ഭുജിക്കണം കുട്ടികൾ. സ്വന്തം എൻസൈം തന്റെ യുക്തികളും ചിന്തയും ചേർത്തിട്ട് തന്റെ കാലത്തോടും ദേശത്തോടും കണക്ട് ചെയ്തിട്ട് സ്വന്തം അറിവാക്കി മാറ്റി അത് തന്റെ മനസ്സാകുന്ന തെമ്പലിയിൽ കൊണ്ടുപോയി വെച്ചാൽ അത് നശിച്ചു പോവില്ല. ഈ തേന് അറിവാണ്, പുസ്തകങ്ങളാണ്, പൂക്കള് തേനീച്ചകളാണ് നമ്മുടെ മക്കൾ. മനസ്സിലായി? അവരത് ശേഖരിച്ച് വിഴുങ്ങാനല്ല, അത് ദഹിപ്പിക്കണം. ദഹിപ്പിക്കണമെങ്കിൽ അവന് സ്വന്തമായ ബുദ്ധി ഉണ്ടാക്കി കൊടുക്കണം. സ്വന്തമാം ബുദ്ധിയില്ലാത്തോനന്തമെന്നെ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയാ കയ്യില് കറി സ്വാദ് കണക്കിനെ. സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചാലും ശാസ്ത്രീയമായ അർത്ഥമറിയില്ല. ഏതുപോലെ കയ്യില് കറി സ്വാദ് കണക്കിന് സാമ്പാറും പച്ചടിയും ഓലനും എല്ലാം വളർത്തുന്ന ഒരു ഒരു കയ്യിലും ഒരു കറിയുടെ ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. അപ്പോ നമ്മുടെ കുട്ടികൾക്ക് സ്വന്തമായ ബുദ്ധി വളർത്തിക്കും. ആ ബുദ്ധി മനസ്സിന്റെ എക്സ്പ്ലോറേഷൻ ആണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ വിദ്യാലയങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും കൈകോർത്തു പിടിച്ച് ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ കുട്ടികളെ അങ്ങനെ വിട്ടുകളയരുത്. അവരെ ചേർത്ത് പിടിക്കും. അവർ ലഹരിയുടെയും അടിമകളാവാതിരിക്കാൻ അവർക്കൊരു കുട ചൂടാണ്. ആ കുട മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, സൗന്ദര്യബോധത്തിന്റെ, കലാബോധത്തിന്റെ കുട ചൂടാണ്. അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ഈ വിദ്യാലയത്തിന്റെ വാർഷികം ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് 2:30 എന്നോട് ബിജു പണ്ട് ഏൽപ്പിച്ചത്. ഇത് പിന്നെ വൈകുന്നേരത്തേക്ക് ഇവർ മാറ്റി. പക്ഷെ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ കാഞ്ഞങ്ങാട് 7 മണിക്ക് ഒരു പരിപാടി, ഒരു സ്കൂളിന്റെ വലിയ വാർഷിക ഉദ്ഘാടനം ചെയ്യാൻ നേരത്തെ ഏറ്റുപോയിരുന്നു. ഞാനത് 8 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ സമയം 6:80 6:70. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കൂടിയാൽ 9 മണിക്ക് പരിപാടി എത്തിയില്ല. അവരെന്നെ ശരിയായി കഴിയും. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ നിവൃത്തിയില്ല. ഈ മക്രേരി ശങ്കരവിലാസ ഗ്രാമീണ പാഠശാല UP സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മധുരിക്കും ഓർമ്മകൾ എന്ന പരിപാടിക്കും ഇവിടുത്തെ വാർഷികത്തിനും എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഇവിടെ പിരിഞ്ഞു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദിര ടീച്ചർക്ക് ഞാൻ വിശ്രമ ജീവിതം ആശംസിക്കുന്നില്ല കേട്ടോ. നമ്മുടെ മാഷന്മാരുടെ ഒരു പ്രശ്നം നോക്കിയോ, അറിവ് നേടി പക്വതയിൽ എത്തിക്കഴിയുമ്പോഴേക്ക് പഴംപൊരി വെളിച്ചെണ്ണയിലിട്ടാവും. പഴംപൊരി വെളിച്ചെണ്ണയിലിട്ടാ വേറുന്നവരെ പിശി ഒറ്റയാവും. വെറുതെ കഴിഞ്ഞാൽ അടക്കടക്കും. ഇവന്റെ അറിവ് പൂർണ്ണമായാൽ പിന്നെ വീട്ടിൽ പോയി വെറുതെ ഇരിക്കുക. ഇത് വല്ലാത്ത നഷ്ടാണ്. പാത്രത്തിൽ വെള്ളം നിറഞ്ഞു കഴിയുന്നവരെ ഗുളു ഒച്ചയുണ്ടാവും.
നിറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദമാകുന്നത് പോലെ. അതുകൊണ്ട് വിശ്രമിക്കരുത് ടീച്ചറെ, ചതല് പിടിച്ചു പോവും. കോശങ്ങളും മനസ്സും നിരന്തരം ചലിക്കണം. അതുകൊണ്ട് തലയിലെ ന്യൂറോണുകൾ ചലിക്കണം, ശരീരത്തിലെ കോശങ്ങൾ ചലിക്കണം. അതുകൊണ്ട് വെറുതെ വീട്ടിൽ പോയി ഇരിക്കരുത്. ഇനിയും നിങ്ങളുടെ നാട്ടിലും വീട്ടിലുമുള്ള കുട്ടികളോട് സംവദിച്ചും ആവുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞു ഓടിയും ചാടിയും പ്രയത്നിച്ചു കൊണ്ടുപോയിരിക്കാൻ വിശ്രമ ജീവിതം ആശംസിക്കാതെ പരിശ്രമ ജീവിതം ആശംസിച്ചുകൊണ്ട് ഈ മധുരിക്കും ഓർമ്മകൾ എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എല്ലാവിധ ആശംസകൾ കൂടി അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമോടുന്നു. എന്നെ ക്ഷണിച്ചതിനും എന്നെ കേട്ടതിനും നന്ദി.